വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. സാത്താന്യ ശക്തി എന്മേൽ, ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായം 10 മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായം 10 ഇയ്യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? മരിച്ചതിന് ശേഷം അവൻ എവിടെയാണ് ചെല്ലുന്നത്? മരണശേഷമുള്ള ജീവിതം എന്താണ്? ഇയ്യോബ് ഇതിനെ വീണ്ടും ചോദിക്കുന്നുണ്ട്, മർത്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അടുത്ത ചോദ്യം അതാണ്. 14 അധ്യായം 14 അങ്ങനെ ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ മനസ്സിലൂടെ ഉയർന്നു വരുന്ന ചിന്തകളാണത്. ഇയ്യോബിൻ്റെ മനസ്സിൽ മാത്രമല്ല, അനേകം പ്രാവശ്യം നമ്മിൽ പലരുടെയും മനസ്സിൽ കൂടി ഈ ചിന്തകൾ പോയിട്ടുണ്ടാകും. എന്താണ് മരണത്തിന് ശേഷമുള്ള അവസ്ഥ? നാം എവിടെയാണ് ചെല്ലുക? പിന്നീട് അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? ആത്മാവുണ്ടോ? ഈ ശരീരത്തിനുള്ളിൽ അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടോ? ശരീരം മരിച്ച് മൺമറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ആത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാത്ത വിഷയമാണ്. വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ ഭൂമിയിൽ ശാസ്ത്രത്തിന് കഴിയുകയില്ല. മനീഷയ്ക്ക് സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ബുദ്ധിക്ക് സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ധിഷണാവൈഭവത്തിന് മനുഷ്യൻ്റെ ശക്തിക്കും യുക്തിക്കും സാധ്യമല്ല.
എന്നാൽ ഇതിനെല്ലാമുള്ള മറുപടി ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. സർവജഗം നിയന്താവായ, സർവേശ്വരനായ, സച്ചിദാനന്ദ സ്വരൂപനായ, നിത്യനായ, ആദിയും അന്തവുമില്ലാത്ത ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതിനുള്ള മറുപടിയുണ്ട്. ദൈവത്തിന് ഇങ്ങനെയുള്ളതായ അനേകമനേകം കാര്യങ്ങൾ നമ്മെ അറിയിക്കുവാൻ ദൈവത്തിനുള്ളതായ ഒരു വഴിയാണ്, അതിനുള്ള മാർഗമാണ് ഈ തിരുവചനം, തിരുവെഴുത്ത്, ദ ഹോളി ബൈബിൾ, വേദപുസ്തകം. വേദപുസ്തകത്തിൽ അതിനുള്ളതായ മറുപടികൾ, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ, നമ്മുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വചനം അത് നിത്യനായ ദൈവത്തിൻ്റെ വിശുദ്ധ ശബ്ദമാണ്, വിശുദ്ധ വചനമാണ്, വിശുദ്ധമായ വാക്കാണ്. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നതാണ് തിരുവചനത്തിൽ കൂടെ. വചനത്തിൽ കൂടി നമുക്കതിനുള്ളതായ തെളിവുകൾ ലഭിക്കുന്നുണ്ട്. അത് പഠിക്കാനാണ് വാസ്തവത്തിൽ നാം ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്താണ് തിരുവചനം എന്തു പറയുന്നു മരണാനന്തരാവസ്ഥയെക്കുറിച്ച്, മരിച്ചതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച്? നമ്മുടെ തിരുവചനത്തിൽ കർത്താവായ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു എന്താണ് പറഞ്ഞത് മരണത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച്? കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാരെന്താണ് പറഞ്ഞിട്ടുള്ളത്? കർത്താവിൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ തിരുവെഴുത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം തിരുവചനം വായിക്കുമ്പോൾ ഈ മഹാരഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. നാം ഒരു കോഴിമുട്ട ഒന്ന് ഭാവനയിലൊന്ന് കാണൂ. കോഴിമുട്ട, ആ കോഴിമുട്ടയുടെ മീതെ തള്ളക്കോഴി അടയിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്ന ഉദാഹരണമല്ല. സാധു സുന്ദരസിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ, ആധ്യാത്മിക ലോകത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരാശയമാണിത്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: കോഴിമുട്ടയ്ക്കകത്ത് കോഴിക്കുഞ്ഞ് രൂപപ്പെടുന്നുണ്ട്. ആ കോഴിമുട്ടയ്ക്ക് അകത്തിരിക്കുന്ന കോഴിക്കുഞ്ഞ് രൂപപ്പെട്ട് വരുവാൻ ആ തള്ളക്കോഴി അതിൻ്റെ മീതെ പൊരുന്നിയിരിക്കുന്നു, അടയിരിക്കുന്നു. നമുക്കറിയാം, ഈ തള്ളക്കോഴി മീതെ അടയിരുന്ന് പൊരുന്നിയിരിക്കുമ്പോൾ ആ കോഴിക്കുഞ്ഞിനകത്തുള്ള കുഞ്ഞിനോട് തള്ളക്കോഴി പറയുന്നു: കുഞ്ഞേ, ഏതാനും ദിവസം കഴിഞ്ഞാൽ മതി, നീ ഒരു പുതിയ ലോകത്തേക്ക് വരും. ഏതാനും ദിവസങ്ങൾ, ചുരുങ്ങിയ നാളുകൾ, അത് കഴിഞ്ഞാൽ നീ ഒരു പുതിയ ലോകത്തേക്ക് വരും. അമ്മ വെറുതെ പറയുന്നതല്ലേ? ഇതല്ലേ ലോകം? ഇതിനപ്പുറത്ത് ലോകമുണ്ടെന്ന് എന്താ തെളിവ്? എന്ത് മണ്ടത്തരം അമ്മ ഈ പറയുന്നത്? കുഞ്ഞെ, നീ തെറ്റിദ്ധരിക്കണ്ട. ഈ മുട്ട, നിൻ്റെ ഈ പുറമെയുള്ള തോട് പൊട്ടും, പുറമെയുള്ള തൊണ്ട് പൊട്ടും. ഈ മുട്ടത്തോട് പൊട്ടിയിട്ട് ഇതിനകത്ത് നിന്ന് നീ ചലിച്ച് സഞ്ചരിക്കുന്ന ഒരു പക്ഷിയായി നീ പുറത്തു വരും. നീ ഒരു ജീവിയായി പുറത്തു വരും. എന്ത് അക്രമമാണ് അമ്മ ഈ പറയുന്നത്? വിഡ്ഢിത്തമല്ലേ ഈ പറയുന്നത്? ഞാൻ സഞ്ചരിക്കുകയെ, ഞാൻ ഇതിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുകയല്ലേ? കുഞ്ഞേ, നീ നോക്കൂ, നീ സഞ്ചരിക്കുക മാത്രമല്ല, നീ പറക്കും. യോ, ഇതെല്ലാം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കുഞ്ഞ് പറയുകയാണ്, ഭാവനയാണ്. തള്ളക്കോഴി പറയുന്നു: കുഞ്ഞേ, ഞാൻ പറഞ്ഞു തരാം. നിൻ്റെ ശരീരത്തിൽ രൂപപ്പെട്ടു വരുന്ന ആ ചില ചെറിയ മുളകൾ പോലെ കാണുന്നുണ്ടോ? അത് തൂവലുകളായി തീരും. അതിൻ്റെ ആരംഭമാണത്. അത് തൂവലുകളായി തീരും. ആ തൂവലുകൾ വളർന്ന് വലുതായി തീരും. നീ ഒരിക്കൽ ആ ചെറു തൂവലുകളുടെ ചെറിയ മുളകളായിട്ടാണ് നീ ഭൂമിയിലേക്ക് വരുന്നത്. ഭൂമിയിൽ കുഞ്ഞേ, നീ കാണുന്ന ലോകമല്ലത്. നീ ഇപ്പോൾ ഇരിക്കുന്ന ഈ കുടിസ് ലോകമല്ല. വെളിയിൽ നീ വന്നു കഴിയുമ്പോൾ നീ ഈ ചെറിയ ലോകത്ത് നിന്ന് നിനക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വലിയൊരു വിശാലമായ ലോകത്തേക്ക് നീ കടന്നു വരും. നിനക്കതൊന്നും പറഞ്ഞെത്താൻ സാധിക്കില്ല. ആ വിശാലമായ ലോകം വളരെ വിശാലമായി പരന്ന് കിടക്കുന്നതായ ആ ലോകം, അതിൽ നിനക്ക് പലതും പുതിയ കാഴ്ചകൾ കാണും. അതിൽ മനോഹരമായ പുഷ്പങ്ങളുണ്ട്, നല്ല ചെടികളുണ്ട്, നല്ല വൃക്ഷങ്ങളുണ്ട്, നല്ല വീടുകളുണ്ട്. ഈ
ലോകത്ത്, നീ കടന്നു വരുന്ന ലോകത്ത് ഇപ്പോൾ നിനക്കിതിനകത്ത് തന്നെ ഭക്ഷണമുണ്ട്, പക്ഷേ അതല്ല, നിനക്ക് പുതിയ പുതിയ ഭക്ഷണങ്ങൾ കിട്ടും. അമ്മ ഇതെല്ലാം വെറുതെ പറയുകയാണ്, വെറുതെ എന്നെ വ്യാമോഹിപ്പിക്കാൻ പറയുകയാണ്. അല്ല കുഞ്ഞേ, നീ ഇത് നേരിട്ട് അനുഭവിക്കും, ഏതാനും ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഉദാഹരണത്തിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, ഞാൻ വിശദീകരിക്കണ്ട. നമ്മുടെ ഈ ശരീരം അതിൻ്റെ പുറന്തോട് പൊട്ടിക്കഴിഞ്ഞ് ഇതിനുള്ളിലുള്ളതായ ആത്മാവ് അതിരില്ലാത്ത അനന്തതയിലേക്ക് നീങ്ങും. അതിരില്ലാത്ത അനന്തത, അതിർത്തിയില്ലാത്ത നിത്യത. എന്താണ് ഈ പറയുന്നത്? ഒരിക്കലും നാം വിഭാവനം ചെയ്തിട്ടില്ലാത്ത, നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത, നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത അനന്തവിശാലമായ ഒരാത്മലോകത്തേക്ക് നാം പ്രവേശിക്കും. ആത്മലോകം. ദൈവജനമേ, ആ വിശാലമായ ലോകത്ത് നാം എത്തുമ്പോൾ, അയ്യോ, ഈ ലോകത്തേക്ക് വരാനുള്ള ചെറിയ ചെറിയ മുളകളായിരുന്നല്ലോ എനിക്ക് ദൈവമേ എന്ന് വിളിക്കാനുള്ളൊരു ബോധം വന്നത്. പ്രയാസം വരുമ്പോൾ അയ്യോ എൻ്റെ ദൈവമേ എന്ന് ഞാൻ വിളിച്ചു പോയത്. എനിക്ക് പ്രാർത്ഥിക്കാനൊരു താല്പര്യം വന്നത്, ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു വാഞ്ച എൻ്റെ ഹൃദയത്തിൽ മൊട്ടിട്ട് വന്നത്. എൻ്റെ കർത്താവേ, അന്ന് നാം ഓർക്കും, ഇതെല്ലാം അതിൻ്റെ ആരംഭമായിരുന്നു. ഭൂമിയിലെ കൂട്ടായ്മകൾ, ഭൂമിയിലെ പ്രാർത്ഥനകൾ, ഭൂമിയിൽ ഈ ശരീരത്തിൽ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്നതായ കൂട്ടായ്മ ബന്ധങ്ങൾ, ദൈവവചന ശുശ്രൂഷകൾ, കർത്താവിൻ്റെ തിരുവചന കേൾവികൾ. എൻ്റെ ദൈവമേ, എന്തെല്ലാം ഇതെല്ലാം വേറൊരു ലോകത്തേക്ക് ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകളുടെ ചെറിയ ചെറിയ അങ്കുരങ്ങളായിരുന്നു, മുളകളായിരുന്നു, ചെറിയ ചെറിയ മുളകൾ. ദൈവത്തിന് സ്തോത്രം. ഒരു നാൾ നാം അപ്പുറത്തേക്ക് അങ്ങ് കടന്നു ചെല്ലും. നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ലോകത്തേക്ക് നാം കടന്നു ചെല്ലും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, കേൾക്കൂ. നാം പൂമ്പാറ്റകൾ പറന്നു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിത്രശലഭങ്ങൾ, പുഷ്പങ്ങൾ തോറും തേനുണ്ട് നടക്കുന്ന പൂമ്പാറ്റകളുടെ അത്യന്തം ചേതോഹാരിയായ അതിൻ്റെ രൂപവും ഭംഗിയും എല്ലാം കണ്ട് നാം അതിശയിച്ച് നോക്കി നിന്നിട്ടുണ്ട്. എന്നാൽ ആ പൂമ്പാറ്റകൾ അങ്ങനെ തന്നെ പിറക്കുന്നവയല്ല. അതിൻ്റെ ആരംഭം ഒരു ചെറിയ മുട്ടയായിട്ടാണ്. കുറച്ച് കഴിഞ്ഞു മുട്ടയുടെ തോട് പൊട്ടി ഒരു പുഴുവായി. പുഴു ഇലകളിലൂടെ എഴഞ്ഞു നടന്നു, ഇലത്തലപ്പുകൾ തിന്നും കുറിച്ചും നടന്നു. അത് കഴിഞ്ഞ് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ അതിന് ചലനമില്ല. അതിന് ചുറ്റും ഒരു ആവരണം, ചുറ്റും ഒരു പൊതിച്ചിൽ. ഇത് കഴിഞ്ഞു, ഏതാനും നാളുകൾ കഴിഞ്ഞു, ആ ചുറ്റുമുള്ള ആ പൊതിച്ചിലിൻ്റെ ഉള്ളിൽ, ആവരണത്തിൻ്റെ ഉള്ളിൽ അതങ്ങനെ ഒരു സമാധി ദശയിൽ കഴിയുകയാണ്. സമാധി ദശയിൽ. നിങ്ങൾക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ? അതിങ്ങനെ ഒരു പ്യൂപ്പ സ്റ്റേജ് അതിങ്ങനെ കഴിയുകയാണ്. ഇത് കഴിഞ്ഞു. ഏതോ ഒരു സമയത്ത് അനക്കമറ്റ് കിടന്ന് ആ തോടങ്ങ് പൊട്ടുന്നു. ആണ്ടേ വരുന്നു വർണ്ണശബളിമയുള്ള ചിത്രപ്പകിട്ടുള്ള മനോഹരമായ ചിറകുകൾ വിരിച്ച് പറക്കുന്ന ഒന്നാം തരം പൂമ്പാറ്റയായി ആ ചെറുജീവി പറന്നുല്ലസിച്ച് വാനവിരിവിലൂടെ സഞ്ചരിക്കുന്നു. നാം കാണുന്നുണ്ട്. ആദ്യം എവിടെയായിരുന്നത്? ഒരു ചെറിയ പുഴുവായിട്ട് സഞ്ചരിച്ചതാണ്. അന്ന് ആ പുഴുവിനോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? നീ ഇനിയൊരു പൂമ്പാറ്റയാകാൻ പോകുന്നു, നീ പറക്കുമെന്ന്. മനസ്സിലാവില്ല. അതിന് ചിറകിൻ്റെ യാതൊരു അങ്കുരവുമില്ല, ചിറക് വിളയ്ക്കാനുള്ള യാതൊന്നും കാണില്ല എൻ്റെ ശരീരത്തിൽ, വെറും പുഴു. എന്നാൽ ഏതാനും നാളുകളത് സമാധി ദശയിൽ കഴിഞ്ഞു. ആ നിശ്ചിത കാലയളവ് കഴിഞ്ഞ് അത് പുറത്തു വന്നു, നല്ല ചിത്രശലഭമായി പറക്കാൻ തുടങ്ങുകയാണ്. മനുഷ്യജീവിതം ഇന്ന് സഹോദരങ്ങളെ, ഇതുപോലെ നാം ഓരോരുത്തരും ഈ ചെറിയ കുടിസുമുറിക്കുള്ളിൽ, ശരീരമെന്ന ഈ ചെറിയ കുടിസുമുറിക്കുള്ളിൽ നമ്മുടെ ആത്മാവ് കുടികൊണ്ട് കിടക്കുകയാണ്. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ദേഹം ശരീരം, ദേഹി പ്രാണൻ, ആത്മാവുണ്ട്. ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയാൽ ആത്മാവ് അനന്തതയിലേക്ക് അങ്ങ് പറക്കും. ആത്മാവ് നിത്യതയിലേക്ക് പറക്കും. ഈ നിത്യത
അതെവിടെയാണ് ഈ നിത്യത? എന്താണ് ഈ നിത്യത? എങ്ങനെ അറിയാം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം വിശ്വസിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ബുദ്ധിയിൽ വിധേയപ്പെടുകയില്ല, യുക്തിചിന്തയ്ക്ക് വശംവദമാകുകയില്ല, മനുഷ്യ ചേതനയിൽ ഒതുങ്ങുന്നതല്ല. ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്, തുറന്നു പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഞാൻ വീണ്ടും പറയാം, ഞാൻ നേരിട്ട് കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നവരുണ്ട്. നേരിട്ട് കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല പറഞ്ഞാൽ ശരിയല്ലേ? എങ്ങനെയാണ് വിശ്വസിക്കുക? ചുമ്മാ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നേരിട്ട് കാണണം. ഞാൻ ചോദിക്കും, ഈ പ്ലാസി യുദ്ധം 1757 നടന്നുവെന്ന് അന്ന് മോനെ നീ കണ്ടായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ചോദിക്കുമ്പോൾ അമ്പരപ്പായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച് ഇന്ത്യയിൽ വന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം നടത്തി, അത് കഴിഞ്ഞ് ഇന്ത്യയെ ഭരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളാരെങ്കിലും നേരിട്ട് കണ്ടതാണോ? പണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്നുവെന്ന് നാം ആരെങ്കിലും നേരിട്ട് കണ്ടതാണോ? ചരിത്ര വസ്തുതകൾ നാം അത് വിശ്വസിക്കുന്നു. അറിയാവുന്നവർ എഴുതി വെച്ചത് നാം വിശ്വസിക്കുന്നു. അറിയാവുന്നവർ എഴുതി വെച്ചതിൽ പോലും തെറ്റുകൾ വരാം. ചരിത്രകാരന്മാർക്കും തെറ്റുകൾ വരുന്നില്ലേ? പക്ഷേ തെറ്റ് വരാത്ത ഒരു അത്ഭുത പുരുഷനുണ്ട്, അതാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അവിടത്തേക്ക് തെറ്റുപറ്റുകയില്ല. യേശു കർത്താവിന് തെറ്റുപറ്റുകയില്ല. അവിടെ നമ്മെ വഴിതെറ്റിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തു തൻ്റെ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്ന സത്യങ്ങൾ നാം അറിയുമ്പോൾ നാം ഓർക്കും, അയ്യോ എൻ്റെ കർത്താവേ, ഞാൻ വേണ്ടതുപോലെ ഒരുങ്ങിയില്ലല്ലോ. ഹിന്ദു ഫിലോസഫി പറയും 3 ലോകങ്ങളുണ്ടെന്ന്. 3 ലോകങ്ങളല്ല, 14 ലോകം എന്നൊക്കെ പറയും. അതല്ല, ഞാൻ വേറെ ഒരു പ്രത്യേക രീതിയിൽ പറയുകയാണ്. 1 സുരലോകം, ദേവലോകം. 2 അസുരലോകം, നരകലോകം അല്ലെങ്കിൽ പാതാളലോകം. 3 ഭൂലോകം, മനുഷ്യലോകം. സുരൻ, ദേവൻ. അസുരൻ, അസുരൻ എന്ന് പറഞ്ഞാൽ പൈശാചികൻ. 3ാമത്തത് മനുഷ്യൻ. മനുഷ്യന് വേണമെങ്കിൽ അസുരനായി ജീവിക്കാം, അല്ലെങ്കിൽ സുരനായി ജീവിക്കാം, ദേവതുല്യമായി ജീവിക്കാം, അതല്ലെങ്കിൽ അവൻ അസുരതുല്യനായി ജീവിക്കാം. അസുരതുല്യനായി ജീവിച്ച്, പ്രിയപ്പെട്ടവരെ, നാം ആരും അന്ധകാരാവൃതമായ, തമോവൃതമായ, ഭീകരമായ നരകപ്പൊയ്യിലേക്ക് പോകാൻ നിത്യനായ ദൈവം അനുവദിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് നിത്യനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കേവലം മനുഷ്യനെ പോലെ അവിടുന്ന് ജീവിച്ച്, എന്നാൽ ഒരു തെറ്റും പറ്റാത്തവനായി ജീവിച്ച് അവിടുന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞത്. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം. മനുഷ്യന്, പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ ഫിലോസഫി പറയും, ഹൈന്ദവ തത്വശാസ്ത്രം പറയും 4 വേദങ്ങളുണ്ട് എന്ന്. 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 4 വേദങ്ങൾ. ഓരോ വേദത്തിനും 4 ഉപവിഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ഉപവിഭാഗമാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് ഹൈന്ദവ മാമുനി ശ്രേഷ്ഠന്മാർ, അത്യുന്നതമായ ചിന്താഗതിയുള്ള, താത്വിക അവബോധമുള്ള ദാർശനികന്മാർ, അവർ ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാരാണ്. പാരിനുള്ള അടിക്കല്ല് പാത്തു കണ്ട് അറിഞ്ഞവരാണ്. ഭോഗ നിസ്പൃഹരാണ്. പരിത്യാഗൈക ദ്രവിണന്മാരാണ്. അവരെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ, പാരിനുള്ള അടിക്കല്ല് പാർത്തു കണ്ടറിഞ്ഞവർ, യോഗൈക നിരതന്മാർ, ഭോഗ നിസ്പൃഹർ, പരിത്യാഗൈക ദ്രവിണന്മാർ, അവർ തൻ വാസങ്ങളോ പൊട്ട പുല്ലുകൾ കൊണ്ടും ശുഷ്കവത്രൗഹം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്ക്കുടിലുകളത്രേ. എങ്കിലും അവയിൽ നിന്നിങ്ങ് കിട്ടിയ മണിത്തങ്കങ്ങൾ, മഹാർഘങ്ങൾ മറ്റെങ്ങും അലഭ്യങ്ങൾ. നമുക്ക് മനസ്സിലായി കാണില്ലല്ലേ? ഭാരത രാജ്യത്തിലെ പൂർവികരായ മഹർഷീന്ദ്രന്മാർ ലോകത്തിൻ്റെ അടിക്കല്ല് നോക്കിക്കണ്ടറിഞ്ഞവരാണ്. ഭാവി എന്ത്, മരണാനന്തരമുള്ള അവസ്ഥ എന്ത് എന്നിങ്ങനെയുള്ളതിനെക്കുറിച്ചെല്ലാം വിഭാവനം ചെയ്യുകയും പഠനം നടത്തുകയും ചെയ്ത വലിയ ഗവേഷണ പടുക്കളായിരുന്നു, ഗവേഷണ പണ്ഡിതന്മാരായിരുന്നു.
ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ളടിക്കല്ലു പാർത്തു കണ്ടറിഞ്ഞവർ. യോഗൈക നിരതന്മാർ, ഭോഗ നിസ്പൃഹർ, പരിത്യാഗൈക ദ്രവിണന്മാർ. അവർ തൻ വാസങ്ങളോ പൊട്ടപ്പുല്ലുകൾ കൊണ്ടും ശുഷ്കപത്രൗഹം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്ക്കുടിലുകളത്രേ. എങ്കിലും അവയിൽ നിന്നിങ്ങ് കിട്ടിയ മണിത്തങ്കങ്ങൾ, മഹാർഘങ്ങൾ മറ്റെങ്ങും അലഭ്യങ്ങൾ. മറ്റൊരിടത്തും കിട്ടാത്ത മണിത്തങ്കങ്ങൾ, രത്നങ്ങളാണ് പുരാണങ്ങളിൽ നിന്ന് കിട്ടിയതെന്നാണ് മഹാകവി വള്ളത്തോൾ പാടിയത്. സ്നേഹിതരെ, ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഈ വേദങ്ങളിൽ കഠോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത്, കഠോപനിഷത്തിൽ ഒരു മാമുനി ശ്രേഷ്ഠനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വജസ്രവാസൻ എന്നാണ്. വജസ്രവാസന് അദ്ദേഹത്തിൻ്റെ ആശ മോക്ഷം പ്രാപിക്കണം. എന്താണ് മോക്ഷം? സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഇതാണ് മോക്ഷം. മനസ്സിലായില്ല? പറഞ്ഞു തരാം. സാലോക്യം, ദൈവത്തിൻ്റെ ലോകത്തെത്തിച്ചേരുക. സാരൂപ്യം, ദൈവത്തിൻ്റെ സ്വരൂപമായി തീരുക. സാമീപ്യം, ദൈവത്തിൻ്റെ സമീപത്തെത്തിച്ചേരുക. സായുജ്യം, ദൈവത്തിലങ്ങ് അലിഞ്ഞു ചേരുക. സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യങ്ങൾ മോക്ഷം പ്രാപിക്കണമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം ഈ യാഗങ്ങൾ നടത്തി. പ്രിയപ്പെട്ടവരെ, ഈ യാഗങ്ങൾ നടത്തിയപ്പോൾ സർവേശ്വരൻ പ്രസാദിച്ചു. അദ്ദേഹത്തിൻ്റെ മകനായ നചികേതൻ എന്ന് പറയുന്ന മുനിക്ക്, നചികേത മുനിക്ക് ചില വരങ്ങൾ കൊടുത്തു. ആ വരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നചികേതൻ ആവശ്യപ്പെട്ട ഒരു വരം, 3 വരങ്ങളാണ് ആവശ്യപ്പെട്ടതിൽ ഒരു വരം എന്താണെന്നറിയാമോ? മരണത്തിന് ശേഷമുള്ള അവസ്ഥ മനസ്സിലാക്കി തരണം, അത് പഠിക്കാനുള്ള ജ്ഞാനം തരണം. മരണാനന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ജ്ഞാനം തരണമെന്ന്. നോക്കൂ, മാമുനി ശ്രേഷ്ഠനായ നചികേതൻ അങ്ങനെ ആഗ്രഹിച്ചു. കാരണം മനുഷ്യൻ പാപിയാണ്. പണ്ടത്തെ മാമുനിമാർ അവർ പ്രാതസ്നാന മന്ത്രത്തിൽ പാടി, പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാം പുണ്ടരീകാക്ഷ സർവയജ്ഞശ്വരോ ഹരി. എന്താണ് അതിൻ്റെ അർത്ഥം? സർവേശ്വര, എനിക്ക് രക്ഷ തരണമേ, ഞാൻ പാപിയാണ്. പാപോഹം, അഹം പാപി, ഞാൻ പാപിയാണ്. പാപകർമ്മോഹം, ഞാൻ പാപകർമ്മങ്ങൾ ചെയ്യുന്നവനാണ്. പാപാത്മാ, ഞാൻ പാപത്തിൽ ജനിച്ചവനാണ്. പാപസംഭവ, ഞാൻ പാപത്തിൻ്റെ ആത്മാവുള്ളവനാണ്. എൻ്റെ ഹൃദയം മുഴുവൻ പാപമാണ്. പാപസംഭവ, ഞാൻ പാപത്തിൽ ജനിച്ചവനാണ്, പാപത്തിൽ സംഭവിച്ചവനാണ്, പാപത്തിൽ ജനിച്ചവനാണ്. ത്രാഹി മാം, എന്നെ രക്ഷിക്കണമേ. സർവേശ്വരായനെ രക്ഷിക്കണമേ. എന്തിന്? ഈ നിത്യത എന്ന് പറയുന്ന ആ ഭാഗ്യകരമായ മോക്ഷപ്രാപ്തിയിലെത്തുവാൻ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച മാമുനി ശ്രേഷ്ഠന്മാരുടെ നാടാണ് നമ്മുടെ ഭാരതഭൂമി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സത്യം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്താണെന്നോ? ഈ നിത്യതയെക്കുറിച്ചുള്ള സങ്കല്പം അത് എക്കാലത്തുമുള്ള ബുദ്ധിജീവികളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന വലിയൊരു ആശയമാണ്. പക്ഷേ അനേകർ ആ ഭാവനയിലും ആ ചിന്തയിലും മുന്നോട്ട് പോയെങ്കിലും എത്തേണ്ടിടത്ത് എത്തുവാൻ, മനുഷ്യനെ അതിന് യോഗ്യനാക്കുവാൻ, മനുഷ്യനെ അതിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശുക്രിസ്തു സാക്ഷാൽ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. അവിടുന്ന് നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ഭക്ഷണം കഴിച്ചു, സഞ്ചരിച്ചു, കൈകാലുകളനക്കി, അവിടെ സംസാരിച്ചു. പക്ഷേ നമ്മെപ്പോലെ പാപം ചെയ്തില്ല. പാപത്തിൻ്റെ കടിയില്ലാതെ നിത്യനായ ദൈവപുത്രൻ ഈ ഭൂമിയിലൂടെ ജീവിച്ചു. എന്നിട്ട് അവിടുന്ന് നാം ഓരോരുത്തരും എല്ലാവരും നിത്യസ്വർഗം, നിത്യ സൗഭാഗ്യം കരസ്ഥമാക്കുവാനായി അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു സാധാരണ മനുഷ്യനെ പോലെ ക്രൂശിന്മേൽ മരിച്ചു. 2 കൊള്ളക്കാരുടെ മധ്യത്തിൽ, 2 കൊലയാളികളുടെ മധ്യത്തിൽ, 2 കൊലപാതകരുടെ മധ്യത്തിൽ, 2 കവർച്ചക്കാരുടെ മധ്യത്തിൽ, 2 ഭീകരന്മാരുടെ മധ്യത്തിൽ, അതിലൊരു കൊലയാളിയെപ്പോലെ, ശാപഗ്രസ്തനെ പോലെ യേശുക്രിസ്തു അനുഗ്രഹദാതാവ് ക്രൂശിന്മേൽ ശാപം ഏറ്റവനായി ക്രൂശിന്മേൽ കിടന്നു. അവൻ ക്രൂശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞു. എന്തിന്? പാപിയായ എന്നെ, പാപത്തിൽ പിറന്നവനായ എന്നെ, പാപകർമ്മം മാത്രം ചെയ്തവനായ എന്നെ. ദൈവവൈതലേ,
പാപം മാത്രമായ നിന്നെ വീണ്ടെടുത്ത് സ്വർഗത്തിൻ്റെ അവകാശിയാക്കുവാൻ അവൻ നിനക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. ഈ യേശുവിനെ അറിയുന്നതാണ് സാക്ഷാലുള്ള ക്രിസ്തീയ ജീവിതം. അതിന് നിങ്ങൾ മതം മാറണ്ട, അതിന് നിങ്ങൾ സഭ മാറണ്ട, അതിന് നിങ്ങൾ സമുദായം മാറണ്ട, അതിന് നിങ്ങൾ കക്ഷി മാറണ്ട. പ്രിയപ്പെട്ടവരെ, അതിന് നിങ്ങളുടെ ഹൃദയം മാറ്റുന്ന ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിങ്ങളൊന്ന് വിനയപ്പെട്ടാൽ മതി. നാഥാ, എൻ്റെ ജീവിതം നിനക്ക് ഞാൻ തരുന്നു. ഇതെല്ലാം മായയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു, എല്ലാം താൽക്കാലികമാണെന്ന് ഞാൻ അറിയുന്നു. ഉടയവനെ, എനിക്ക് നിത്യ ശോഭന തീരത്തെത്തണം, നിത്യ സ്വർഗീയ സൗഭാഗ്യത്തിലെത്തണം. ഒരു ദിവസം ഞാൻ കണ്ണടയും, അന്ന് നിത്യ സ്വർഗത്തിലെത്തുവാൻ എൻ്റെ നാഥ നിൻ്റെ തൃക്കരം എൻ്റെ നേരെ നീട്ടണം. ആണിപ്പാടുള്ള കരം ഇപ്പോൾ എന്നെ ഒന്ന് പിടിക്കണം. ആ കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കരം എന്നെ ഒന്ന് പിടിച്ച് എന്നെ ഈ പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ നിന്ന് ഉയർത്തിയെടുക്കണം. നാഥ, എന്നെ ഉയർത്താനാണല്ലോ നീ താണു വന്നത്, എന്നെ കരയേറ്റാനാണല്ലോ നീ ഇറങ്ങി വന്നത്. ഈ പാപാന്ധകാരമുള്ള ഈ അവസ്ഥയിൽ നിന്ന് എന്നെ ഉദ്ധരിച്ച് സത്യപ്രകാശമായ ശോഭായമാനമായ സ്വർഗീയ തീരത്തെത്തിക്കുവാനാണല്ലോ. ഉടയവനെ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം പ്രയോജനകരമായി തീരുന്നത്, നിങ്ങളുടെ ജീവിതം വിലയുറ്റതായി തീരുന്നത്, നിങ്ങളുടെ ജീവിതം മൂല്യവത്തായി തീരുന്നത്. അതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് വളരെ എളിമയോടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളോട് വളരെ എളിമയോടെ ഞാൻ യാചിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ കരം നീട്ടി നിൽക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ അവഗണിച്ച് കളയരുത്. നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. അവൻ നിങ്ങളുടെ അരികത്ത് വന്ന് കരം നീട്ടി നിൽക്കുകയാണ്. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മോളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് വാത്സല്യ വായ്പോടെ തൃക്കരം നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. ജീവിതം ധന്യമാക്കൂ, ജീവിതം അർത്ഥവത്താക്കൂ, ജീവിതം ശോഭായമാനമാക്കൂ, ജീവിതം പ്രസന്നഭരിതമാക്കൂ, ജീവിതം സന്തോഷപൂർണ്ണമാക്കൂ, ജീവിതം ഭാവി ശോഭനമാക്കി എടുക്കൂ. നിങ്ങളെ തന്നെ ക്രിസ്തുവിന് കൊടുക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട് എല്ലാവരെയും തഴുകണമേ, എല്ലാവരുടെയും മേലോടത്തി ആടിപ്പാടൽ കാര്യം വെക്കണമേ. വചനം കേട്ടവരെ ആശീർവദിക്കണമേ, വചനം കേട്ടവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ നാഥ, ഈ വചനം കേട്ട് എല്ലാവരും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുന്നിൽ ഓരോരുത്തരും സമർപ്പിക്കുവാനുള്ള കൃപ നൽകണമേ. ക്രൂസിലെ സ്നേഹം ഓരോരുത്തരെയും വിളിക്കുന്നത് കേൾക്കുവാനുള്ള കൃപ നൽകണമേ. നാഥ, ക്രൂസിലെ സ്നേഹം ഓരോരുത്തരുടെയും മുമ്പിൽ നിന്ന് കെഞ്ചുന്നത് കാണാനുള്ള കൃപ നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥ, ഈ വാക്കുകളെ കേട്ട പലരും രോഗികളുണ്ടല്ലോ കർത്താവേ, മനസ്സ് ഭാരപ്പെട്ട് വിഷാദിച്ച് കലങ്ങിയിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. ഓരോരുത്തരെയും എൻ്റെ നാഥൻ സന്ദർശിക്കണമേ. അവിടെ തൃക്കരം നീട്ടണമേ, ആശ്വാസം അല്ലണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, അനുഗ്രഹം പകരണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.